നീ എന്തടി അവര് പിരിച്ചു താമസിക്കാൻ നോക്കുവാണോ? കൊള്ളാലോ, ഇങ്ങോട്ട് വാ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വേഗം വരാവേ. ഉറങ്ങല്ലേ ആന്റി? ഞാനിപ്പോ മരുന്നെടുത്ത് കഴിക്കാൻ വേണ്ടി എണീറ്റതേ ഉള്ളൂ. സാധാരണ കഴിക്കുന്ന നേരം കഴിഞ്ഞല്ലോ. എടുത്തു തന്ന് കഴിക്കുന്ന ശീലമായി പോയി. അല്ലെങ്കിൽ തനിയെ കഴിച്ചേനെ. എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു കിച്ചണില്. ആഹാ, അർച്ചന വീട്ടിൽ പോയതിന്റെ മൊത്തത്തിൽ അറിയാനുണ്ടല്ലേ? ഒരു കൈ സഹായമായിരുന്നു. നേര് പറഞ്ഞ അവള് പോയപ്പോ വീടിന്റെ വെളിച്ചം പോയതുപോലെ തോന്നുന്നു. ആകെ ഒരു ഇരുട്ടോ മൂകതയോ ഒറ്റപ്പെടലോ എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. ചിലരുടെ സ്ഥാനം നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെയാ, അല്ലേ മോളെ? ശരിയാ അച്ഛാ. സമയാസമയത്തിന് മരുന്നും ഭക്ഷണവും തെറ്റാതെ അവൾ നോക്കുമായിരുന്നല്ലോ. അവളെ നമ്മൾ പുതിയതായി ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഒക്കെ കണ്ടറിഞ്ഞ് ചെയ്യാനറിയാം. നിന്നെപ്പോലെ തന്നെ അർച്ചനയും. എനിക്ക് കിട്ടിയ മരുമക്കൾ രണ്ടും എന്റെ മക്കളെക്കാൾ ഏറെ എന്നെ ശ്രദ്ധിക്കുന്നവരാ. എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അവൻ നന്ദൻ. ഓരോ ദിവസവും ഞാൻ തള്ളി നീക്കുക. മരുന്നിന്റെ ബലത്തിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നതേ ഉള്ളൂ. എന്റെ കണ്ണടയും മുമ്പെങ്കിലും എന്റെ മകനെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. സച്ചിയെയും സന്ദീപിനെയും സ്നേഹയും ഒക്കെ ശ്രദ്ധിച്ച് അവരെ നേർവഴിക്ക് നടത്തി ഒരു കരക്കെത്തിക്കേണ്ടവനാ. ഒരു സമാധാനമുണ്ട്. നന്ദനില്ലെങ്കിലും അവന്റെ സ്ഥാനത്ത് നിന്ന് മോളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അതെന്റെ കടമയല്ലേ അച്ഛാ. ഈ കുടുംബവും ഇവിടുത്തെ കാര്യങ്ങളും അല്ലാതെ വേറെന്താ എനിക്ക് ചിന്തിക്കാനുള്ളത്? സച്ചിയെ പോലെ ഇനി സന്ദീപിനെയും സ്നേഹം സെറ്റിൽ ചെയ്താ എന്റെ ടെൻഷൻ പാതി തീർന്നു കിട്ടും. അപ്പോ അനഘയോ? അവളും ഈ തറവാട്ടിലെ കുട്ടി തന്നെയല്ലേ? ഞങ്ങൾ ആരും അവളെ വേറെ കണ്ടിട്ടില്ല. അവളുടെ ഭാവിയും പ്രധാനമാണ്. നല്ലൊരു കുടുംബത്തിലേക്ക് അവളെയും പറഞ്ഞുവിടണം. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ ടെൻഷനാ മോളെ. എന്തിന്? എന്റെ കാലം കഴിയുന്നതിന് മുമ്പ് എന്റെ ചെറുമകനെ ഒന്ന് കാണണം. കൊതി തീരും വരെ ഓമനിക്കണം. കുഞ്ഞുടുപ്പും കളിപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങിക്കൊടുത്ത് കൊഞ്ചിക്കണം. ആ മോഹം നടക്കാതെ പോവുമെന്ന ഭയം ഉള്ളിൽ കിടക്കുന്നുണ്ട്. കിളവന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണോ? എപ്പം നോക്കിയാലും ചെറുമകൻ ചെറുമകൻ. 24 മണിക്കൂറും ഈ ചിന്ത മാത്രമേ ഉള്ളൂ. വെറുതെ ചിന്തിച്ചു കൂട്ടാന്ന് മാത്രമേ ഉള്ളൂ. ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ അറിയാത്തടത്തോളം കാലം സ്വപ്നവും കണ്ട് നടക്കട്ടെ. അച്ചു, അവൻ കിടന്നോ മോളെ? ഇല്ല അനുബേട്ടാ, ആരോടോ ഫോൺ ചെയ്യുക. അവന്റെ ഫോൺ ചെയ്യലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാ നല്ലത്. നീ വെറും പഞ്ചപാവാണെന്ന് അവനറിയാം. വളരെ നിസ്സാരമായിട്ട് നിന്നെ പറ്റിക്കാനും ചതിക്കാനും ഒക്കെ എളുപ്പമാണെന്ന് നല്ലതുപോലെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് കമ്പനിയിലെ കാര്യങ്ങൾ സംസാരിക്കുന്നതാ. അങ്ങനെ ഫോണൊന്നും സച്ചേട്ടൻ എപ്പോഴും ഉപയോഗിക്കാറില്ല അനുബേട്ട. ഫോൺ മാത്രമല്ലല്ലോ കാര്യങ്ങൾ അറിയിക്കാനുള്ള മാർഗങ്ങൾ. അവർക്കൊക്കെ അതിലും വലിയ കാര്യങ്ങൾ അറിയാം. നിന്റെ ഒരു ശ്രദ്ധ അവനിലുണ്ടെന്ന് തോന്നിയാൽ ചിലപ്പോ വല്ല മാറ്റവും വന്നാലോ? അത് സാധ്യതയില്ല. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. അനുപേണ്ണ അതൊക്കെ ഒന്ന് മറക്ക. എന്തിനാ എപ്പോഴും അത് തന്നെ ചിന്തിച്ചോണ്ടിരിക്കുന്നത്? അങ്ങനെ മറക്കാൻ കഴിയൂ മോളെ? അതിനർത്ഥം നിന്നെ മറക്കാനല്ലേ നീ പറയുന്നത്? അതിനാണെങ്കിൽ പിന്നെ ഞാൻ ഈ ടെൻഷൻ അടിക്കുന്ന എന്തിനാ? അതല്ല ഞാൻ പറഞ്ഞത്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു അവസാനം കാണുമല്ലോ. ജീവൻ അവസാനിക്കുന്നവരെ
എല്ലാം ഒരേ രീതിയിൽ തന്നെ പോണമെന്നില്ലല്ലോ. ആ നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പൊ ഞാനാ പ്രശ്നം. എന്റെ പ്രശ്നം എന്താണെന്ന് നിനക്കും അറിയാലോ. ആ നീയും കൂടി എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഞാനിത് ആരോട് പറയും മോളെ? ഇപ്പോ അതിനു മാത്രം പ്രശ്നമൊന്നും ഇല്ലല്ലോ അനൂപേട്ട. നിന്റെ പിറന്നാളാണെന്ന് അറിഞ്ഞപ്പോ സച്ചിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അവൻ എന്താ പറഞ്ഞത്? ഞാനത് സച്ചേട്ടനെ അറിയിച്ചിരുന്നില്ല. സച്ചി പോലും അറിയിച്ചില്ലേ? അനൂപേട്ട, അത് ഞാൻ നിന്റെ പിറന്നാൾ പോലും അറിയിക്കാനുള്ള ബന്ധം നിങ്ങൾ തമ്മിൽ ഇല്ലാന്ന് സാരം അതല്ലേ? അതല്ല അനൂപേട്ട, ആരെയും അറിയിച്ച് വലിയൊരു ആഘോഷമൊന്നും ആക്കണ്ടെന്ന് ഓർത്തു. സച്ചി നിന്റെ ഭർത്താവല്ലേ? അങ്ങനെ അവൻ സമ്മതിച്ചില്ലെങ്കിലും ബാക്കിയുള്ളവരുടെ കണ്ണിൽ അങ്ങനെയല്ലേ? നിനക്ക് അവനോടെങ്കിലും പറയാറുന്നല്ലോ. ഇനി അതുപോട്ടെ, നിന്റെ ജാതകവും തീയതിയൊക്കെ അവന്റെ പക്കൽ കാണുമല്ലോ. അതിൽ നിന്റെ പിറന്നാൾ തീയതിയില്ലേ? ഇനിയിപ്പോ അത് കണ്ടില്ലെങ്കിൽ വേണ്ട. വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഒരാളുടെ പിറന്നാൾ തീയതി അറിയാൻ? എന്തെങ്കിലും ഇഷ്ടവും അടുപ്പമൊക്കെ ഉണ്ടെങ്കിലേ ഓർമ്മിക്കേണ്ടത് ഓർമ്മിക്കൂ, ആഘോഷിക്കേണ്ടത് ആഘോഷിക്കൂ. സ്നേഹയ്ക്ക് ആദ്യം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാരും കൂടി നല്ലതുപോലെ ബർത്ത്ഡേ ആഘോഷിച്ചു. ഞങ്ങൾ അമ്പലത്തിൽ പോയി. ആരൊക്കെ? ഞാനും സ്നേഹയും. അവൻ വന്നില്ലല്ലോ. വരില്ല. നീ അവൻ ആരും അല്ലല്ലോ. അന്നവൻ കമ്പനിയിൽ പോയിട്ടുണ്ടാവും അല്ലേ? തിരക്കുണ്ടായിരുന്നു. ശരിയാ. അവനെപ്പോലെ തിരക്കുള്ളവന് ഭാര്യയുടെ പിറന്നാളിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും നേരം ഉണ്ടാവില്ലല്ലോ. അവന്റെ സ്വഭാവം മാറി എന്തെങ്കിലും നിന്നെ ഭാര്യയായിട്ട് അവൻ സ്വീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ, അതിനുള്ള ഒരു ലക്ഷണവും ഞാൻ അവനിൽ കാണുന്നില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചതാ. അതൊക്കെ വെറുതെയാ. എനിക്ക് പ്രതീക്ഷയുണ്ട് അനൂപേട്ട. ദയവായിട്ട് അതൊന്ന് കേൾക്കണം. ഞാനിതൊക്കെ മറന്ന് അവനെ സ്നേഹിക്കണമെന്നോ ബഹുമാനിക്കണമെന്നോ ഒക്കെയല്ലേ നിന്റെ അപേക്ഷ? ആൾക്കാർക്ക് അതല്ലേ പറയാനുള്ളൂ. അത്രയ്ക്കും വലിയ മഹാനുഭാവനയല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നത്. അനൂപേട്ടൻ സച്ചേട്ടനെ തൊഴണമെന്നോ ബഹുമാനിക്കണമെന്നോ ഞാൻ പറയില്ല. അനൂപേട്ടൻ പഴയതൊക്കെ മറക്കണം. എനിക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയാ സച്ചേട്ടൻ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അത് ഞാൻ പോലും ആവശ്യപ്പെടാതെ. ഒരുപക്ഷെ സച്ചേട്ടന്റെ മനസ്സ് മാറുമായിരിക്കും. എന്നെക്കുറിച്ചും എന്റെ വീട്ടുകാരെ കുറിച്ചും ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചോണ്ടല്ലേ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. അതെങ്കിലും അനൂപേട്ടനൊന്ന് ഓർക്കണം. സച്ചേട്ടനോട് കുറച്ചുകൂടി സ്നേഹത്തോടെ ഒന്ന് പെരുമാറണം. ഞാൻ സച്ചേട്ടന്റെ കൂടെ ഉള്ളിടത്തോളം കാലം. ഇതിപ്പോ എങ്ങനെ കിടക്കും? സച്ചേട്ടനോട് കട്ടിലിൽ കിടക്കാൻ പറയാം. ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ച് താഴെ കിടക്കാം. ചേച്ചി, കതവ് തുറക്ക്. അച്ചു ചേച്ചി. ആ, ചേച്ചി നേരത്തെ കിടക്കാൻ പോവായിരുന്നോ? ഞാൻ ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കുമായിരുന്നു. ചേച്ചിയുടെ പിറന്നാൾ ആഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നെല്ലിശ്ശേരിയിലും മരുമകളായിട്ടുള്ള ആദ്യത്തെ പിറന്നാളല്ലേ? അപ്പോ കെങ്കേമായിട്ട് തന്നെ ആഘോഷിച്ച് കാണുമല്ലോ അല്ലേ? നിനക്കിതൊക്കെ അവിടെ വെച്ച് തന്നെ മനസ്സിലാക്കായിരുന്നില്ലേ? അതെങ്ങനെയാ? ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ അല്ലേ ഇറങ്ങി ഓടിയത്? ആ, അത് പിന്നൊരു അത്യാവശ്യം വന്നതുകൊണ്ടല്ലേ. ചേച്ചി ഇത് പറയൂ, എന്തൊക്കെയായിരുന്നു ആഘോഷങ്ങള്? ഞാൻ എന്റെ പിറന്നാൾ അവിടെ ആരോടും പറഞ്ഞില്ലായിരുന്നു. നീ സ്നേഹയ്ക്ക് മെസ്സേജ് അയച്ച് അറിയിച്ചതല്ലേ? എങ്ങനെയാണെങ്കിലും അവരറിഞ്ഞല്ലോ. നീ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്ന എന്തിനാ? എന്റെ പിറന്നാളെന്ന് പറഞ്ഞാ ദേശീയോത്സവമൊന്നും അല്ലല്ലോ നാടറിഞ്ഞു കൊണ്ടാടാൻ. ഇവിടെ ആയിരുന്നപ്പോഴും നമ്മൾ ചെറിയ രീതിയിലല്ലേ ചെയ്യാറ്. പിന്നെ ഇപ്പൊ മാത്രം എന്താ പ്രത്യേകത? അല്ല, ആണ്. പക്ഷെ അന്നൊക്കെ ചേച്ചിയുടെ മുഖത്ത് എന്ത് തെളിച്ചുമായിരുന്നു, എന്ത് സന്തോഷമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ.
അതൊക്കെ നിന്റെ തോന്നലുകൾ മാത്രം ആതിരെ. എന്റെ സന്തോഷത്തിന് യാതൊരു കുറവുമില്ല. ചേച്ചി വന്നു കയറിയപ്പോഴേ മീരടുത്തി പറഞ്ഞില്ലേ ക്ഷീണിച്ചു പോയെന്ന്. അത് വെറുതെ ഒന്നുമല്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ളിലൊതുക്കി കഴിയുന്ന ഒരാളുടെ അവസ്ഥയില ചേച്ചി ഇപ്പം. അത്രയ്ക്ക് ടെൻഷനും ചേച്ചിയുടെ മുഖത്ത് കാണുന്നുണ്ട്. നീ പറയുന്ന കേട്ടാ ഞാൻ എന്തോ ഭീകര പ്രശ്നങ്ങളിൽ പെട്ടതുപോലെ ഉണ്ടല്ലോ. വാ ഇവിടെ ഇരിക്കെ. ചേച്ചിയോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് വെച്ചിട്ട് എത്ര കാലായെന്നറിയോ? അതിന് ചേച്ചി പിടിതരണ്ടേ? കുഞ്ഞുനാള് മുതല് എനിക്ക് ചേച്ചി അറിയാലോ. ചേച്ചിയുടെ ഓരോ സ്വഭാവമാറ്റങ്ങളും അറിയാവുന്ന എന്നോട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും ചേച്ചിക്ക് വയ്യ. അതെന്താ കാര്യം? നീ സംസാരിച്ചോ ആതിരെ, ഞാൻ കേൾക്കാം. കല്യാണം കഴിഞ്ഞത് മുതല് ചേച്ചിയുടെ സ്വഭാവത്തിൽ ആകെ ഒരു മാറ്റമുണ്ട്. എന്തൊക്കെയോ ഉള്ളിൽ ഒതുക്കുന്നു, ആരിൽ നിന്നൊക്കെയോ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എപ്പോഴും ആലോചന, യാതൊരു സന്തോഷവും ഉത്സാഹവും ഒന്നുമില്ല. ആകെ മൊത്തത്തിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റ് പോലെ തോന്നുന്നു. സത്യത്തില് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി? നിന്റെ ധാരണകളൊക്കെ ശരിയാ ആതിരെ. എന്നുവെച്ചാ നീ പറഞ്ഞ പോലെ ഞാനും സച്ചേട്ടനും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പുറത്താ പോകുന്നത്. അച്ചു ചേച്ചി എന്താ ഈ പറയുന്നത്? എന്ത് അഡ്ജസ്റ്റ്മെന്റ്? എന്തിനു വേണ്ടിയാ? ആ അഡ്ജസ്റ്റ്മെന്റ് ഞാനായിട്ട് തിരഞ്ഞെടുത്തതാ. നിനക്കറിയാലോ, സച്ചേട്ടൻ ഒരു വലിയ കമ്പനിയുടെ MD. എപ്പോഴും തിരക്കുകളും വലിയ ഉത്തരവാദിത്തങ്ങളും ഉള്ള ആളാ. അതിനിടയില് ഞാനായിട്ട് ഒരു കാര്യത്തിനും സച്ചേട്ടനെ ശല്യം ചെയ്യാനോ ബുദ്ധിമുട്ടിക്കാനോ പോവില്ല എന്ന് ഞാനായിട്ട് തീരുമാനിച്ചതാണ് ആ അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ കരുതി ഞങ്ങൾക്കുള്ളിൽ പ്രശ്നമുണ്ടെന്ന്. അല്ലേ? ഞാൻ കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് മാറി എന്നതാ മോളെ ശരി. നമ്മൾ ചെന്ന് കയറുന്ന വീടിന്റെ അവസ്ഥയ്ക്കനുസരിച്ച്, അവിടുത്തെ ആൾക്കാരുടെ രീതിക്കനുസരിച്ച്, അതിനോടൊപ്പം നമ്മുടെ ഭർത്താവിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറേണ്ടത് നമ്മുടെ കടമയാ. അവിടെ നമ്മുടെ ആഗ്രഹങ്ങളോ താല്പര്യങ്ങളോ അല്ല മുൻപിൽ നിൽക്കേണ്ടത്. ചേച്ചി ഇത്രയൊക്കെ ആഴത്തിൽ ചിന്തിച്ച് പെരുമാറാൻ മാത്രം മാറിപ്പോയെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല മോളെ. അറിയാതെ തന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോവും. അതുകൊണ്ടാ എന്റെ പിറന്നാൾ എന്തുകൊണ്ടാ കെങ്കേമമായി നടക്കാത്തെന്ന് നീ ചോദിച്ചപ്പോ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അങ്ങനെ അല്ലല്ലോ തോന്നുക. അവരെ ബോധിപ്പിക്കാനല്ലല്ലോ മോളെ നമ്മൾ ജീവിക്കുന്നത്. അല്ല, അതുകൊണ്ടാണല്ലോ ചേച്ചി എനിക്ക് ചോദ്യം ചോദിക്കേണ്ടി വന്നേ. അല്ല, പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നല്ലേ തോന്നൂ? അതവരുടെ കാര്യം. അത് മാറ്റാനും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനും നമുക്ക് കഴിയുമോ? അല്ലെങ്കിൽ അവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും സന്തോഷവതിയാണ് എന്ന് അഭിനയിച്ച് നടക്കണോ? പറ്റില്ലല്ലോ. അപ്പോ നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയാ. നമ്മളെ മനസ്സിലാക്കേണ്ടവര് നമ്മളെ മനസ്സിലാക്കും. എന്റെ പിറന്നാള് ഗംഭീരമായി ആഘോഷിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല കാര്യം. എന്റെ മനസ്സിൽ ഒന്ന് ഇവിടം വരെ വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എന്റെ മനസ്സിൽ തന്നെ ഞാൻ സൂക്ഷിച്ചു. വീട്ടിൽ പോകുന്നോന്ന് ആരും ചോദിച്ചതുമില്ല. സച്ചേട്ടന് ഞാനൊരു സൂചന പോലും കൊടുത്തില്ല. എന്റെ മനസ്സറിയാൻ സച്ചേട്ടന് കഴിഞ്ഞു. അതിൽ പരം എന്തു മനപ്പൊരുത്താ മോളെ ഞാനും സച്ചേട്ടനും തമ്മിൽ വേണ്ടത്? ശരിയാ ചേച്ചി, പറയാതറിയുന്ന മനസ്സാണ് ഏറ്റവും വലിയ പൊരുത്തം. അതില് ചേച്ചി ഭാഗ്യവതിയാ. ഭാഗ്യവും നിർഭാഗ്യമൊക്കെ വന്നു ചേരുന്നത് വിധി എന്ന രണ്ടക്ഷരത്തിന്റെ ബലത്തിലാ. സച്ചേട്ടനെ പോലൊരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ ഭാഗ്യം വേണ്ട ചേച്ചി. ഇത്രയും സ്നേഹവും കരുതലും ഉള്ള ഒരാളെ ജീവിതത്തിൽ കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എല്ലാരും സച്ചിദാനന്ദന്മാരാവണമെന്നില്ലല്ലോ.
യാ ഷുവർ. എന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ആ ഓക്കെ ഓക്കെ. ആ വേണ്ട വേണ്ട, ഓഫാക്കണ്ട, ഗസലല്ലേ. ഈ രാത്രിയിലിരുന്ന് കേൾക്കാൻ നല്ല ഫീലായിരിക്കും. സാരമില്ല. ഗസലൊക്കെ കേൾക്കാറുണ്ടോ? എനിക്ക് ഗസലും കവിതകളാ കൂടുതൽ ഇഷ്ടം. ഏറ്റവും പ്രിയപ്പെട്ടത് ഗസലാണെന്ന് മാത്രം. ആഹാ, ഈ തിരക്കുകൾക്കിടയിൽ ഇതിനൊക്കെ നേരം കിട്ടുവോ? ഇപ്പൊ ഒന്നിനും സമയം കിട്ടാറില്ല. ആ ശരിയാ, ബിസിനസ്സുകാരിങ്ങനെയാണല്ലോ. നിലനിൽപ്പിന്റെ ഒരു മത്സരം ഉണ്ടല്ലോ. ഇപ്പോ മത്സരമില്ല, അത് നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ മാത്രമായിരിക്കും. നമുക്കിപ്പോ മത്സരമല്ല, പടുത്തുയർത്തിയ സൽപ്പേര് നിലനിർത്തുക എന്നതാണ്. അത് മത്സരത്തെക്കാളും വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ടതാ. ഓരോ കാര്യങ്ങളും മറ്റുള്ളവരെ ഏൽപ്പിച്ചാലും തീരുമാനം എടുക്കാൻ ഞാൻ തന്നെ വേണം. അല്ല, എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും വിജയത്തിലേക്ക് എത്തിക്കാൻ മോന് കഴിഞ്ഞിട്ടുണ്ടോ? വിജയിക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ഏത് വഴിയിലൂടെയും അത് ഞാൻ വിജയത്തിലെത്തിച്ചിരിക്കും. ബിസിനസ്സിൽ മാത്രമല്ല, ജീവിതത്തിലും അങ്ങനെ തന്നെ ആവണം. ബിസിനസ്സിൽ വിജയിക്കുന്നവരെ ജീവിതത്തിൽ വിജയിക്കൂ. തിരിച്ചും അങ്ങനെയാണ്. അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. അന്നേ ചോദിക്കണമെന്ന് കരുതിയതാ. അതിനുള്ള സന്ദർഭം കിട്ടാത്തോണ്ട് ചോദിച്ചില്ല. എന്താ? എന്തായിരുന്നു സച്ചേട്ടന് പിറന്നാൾ സമ്മാനം? ഇനി നീയും കൂടി അത് ചോദിക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വിവാഹം കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ആദ്യത്തെ പിറന്നാളല്ലേ? അപ്പൊ സച്ചേട്ടൻ തീർച്ചയായിട്ടും എന്തെങ്കിലും സമ്മാനം തന്നിട്ടുണ്ടാവും. അതെന്താന്നൊന്ന് പറഞ്ഞേ. അതിപ്പോ നീ അറിയുന്ന എന്തിനാ? ഞാൻ അറിഞ്ഞാൽ എന്താ കുഴപ്പം? ഭർത്താവ് ഭാര്യയ്ക്ക് പിറന്നാളിനും വാർഷികത്തിനും ഒക്കെ എന്തൊക്കെ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്? അതൊക്കെ എല്ലാരോടും പറഞ്ഞിട്ടോ കാണിച്ചിട്ടോ അല്ലല്ലോ. അതൊരു ന്യായമല്ല. ഞാൻ ചോദിച്ചത് എന്റെ ചേച്ചിക്ക് കോടീശ്വരനായ സച്ചിദാനന്ദൻ എന്ത് സമ്മാനം തന്നൂന്നാ. അല്ല, അതിന് പുറത്തു പറയാൻ പറ്റാത്താണെങ്കിൽ വേണ്ട. അങ്ങനെ പുറത്തു പറയാൻ പറ്റാത്തായിട്ടൊന്നുമില്ല. എന്നാ പറ, എന്തായിരുന്നു ഗിഫ്റ്റ്? അത് ഞാനും സച്ചേട്ടനും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് കരാറ്? അതെനിക്കും അറിയണമല്ലോ. എന്താ? അതായത് എന്ത് ഗിഫ്റ്റാണ് കൊടുത്തതെന്ന് സച്ചേട്ടനോ എന്ത് ഗിഫ്റ്റ് കിട്ടിയെന്ന് ഞാനോ വേറെ ആരോടും പറയാൻ പാടില്ല. അതാണ് കരാർ. ഓ, ഇതൊക്കെ ഭയങ്കര ജാടയാ. ഇത്രയും വലിയ സീക്രട്ട് ആണോ ബർത്ത്ഡേ ഗിഫ്റ്റ്? ചേച്ചിയോട് ചോദിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. ഞാനേ സച്ചേട്ടനോട് നേരിട്ട് ചോദിച്ചോളാം. ആദി നിക്ക്, ഇത്തരം കാര്യങ്ങളൊന്നും സച്ചേട്ടനോട് ചോദിക്കല്ലേ. സച്ചേട്ടനൊന്നും ഇഷ്ടപ്പെടില്ല. കിടക്കാൻ നേരമായെങ്കിൽ മോൻ കിടന്നു. ഇവിടെ 10 മണിയാകുമ്പോ എല്ലാരും കിടക്കും. ആ അനൂപേ, ജീവിതത്തിൽ സച്ചി എടുത്ത തീരുമാനങ്ങൾ ഉറച്ചതാ. ഇതൊക്കെ വേണം മാതൃകയാക്കാൻ. കിടക്കാറായെങ്കിൽ കിടക്കാം. എന്താ ഗിഫ്റ്റ്? അത്രമാത്രം. ഒരേ ഒരു ചോദ്യം. അർച്ചന, ഞാൻ ചോദിക്കും. എന്താ രണ്ടാളും കൂടി ഒരു ചർച്ച? അതല്ല സച്ചേട്ടാ, ഞങ്ങളിങ്ങനെ വെറുതെ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. എന്താ, എനിക്കും കേൾക്കാമോ? അത് സച്ചേട്ടാ, ഇത് ഞങ്ങളുടെ മുറിയായിരുന്നല്ലോ. അതിന്റെ കൂടെ ഞങ്ങൾ വേറൊരു കാര്യം കൂടി സംസാരിച്ചു. അത് സച്ചേട്ടനെ കൂടി ബാധിക്കുന്നതാ. ഞാനുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം? അത് അച്ചച്ചേച്ചിയുടെ പിറന്നാളിന്. പിറന്നാളിന് സച്ചേട്ടൻ എനിക്കൊരു ഗിഫ്റ്റ് തന്നില്ലേ? അതെന്താന്ന് ഇവക്ക് അറിയണോന്ന്.
സച്ചേട്ടൻ എനിക്ക് നല്ലൊരു ഡയമണ്ട് നെക്ലേസ് വാങ്ങി തന്നു. ഡയമണ്ട് നെക്ലേസോ? ആ, നിനക്കറിയല്ലോ ഞാൻ ഒന്നും ഇടാറില്ലെന്ന്. അത്രയ്ക്ക് വിലപിടിപ്പുള്ളതല്ലേ. നിധി പോലെ ഞാനിത് വീട്ടില് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സച്ചേട്ടാ, പോളി ഗിഫ്റ്റ്.